എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ സിംഗിൾ ഫേസ് സർക്യൂട്ടിലെ വിവിധ പവർ ഫാക്ടറുകളിൽ വൈദ്യുതിയും ഊർജ്ജവും എങ്ങനെ അളക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. എപ്പോൾ ലാഗിംഗ് പവർ ഫാക്ടർ സംഭവിക്കും? മോട്ടോറുകൾ, ചോക്ക് കോയിലുകൾ മുതലായവ പോലുള്ള ഇൻഡക്റ്റീവ് ലോഡുകളിൽ ലാഗിംഗ് പവർ ഫാക്ടറുകൾ സംഭവിക്കുന്നു. ഒരു പവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് നൽകിയിട്ടുള്ള വോൾട്ടേജിനെ 90 ഇലക്ട്രിക്കൽ ഡിഗ്രിയിൽ ലാഗ് ചെയ്യുന്നു. ഇൻഡക്റ്റീവ് ലോഡുകളിലെ ഈ ലാഗിംഗ് പവർ ഫാക്ടർ ലെൻസിന്റെ നിയമം മൂലമാണ്. ഒരു ഇൻഡക്ടറിൽ വോൾട്ടേജ് പ്രയോഗിക്കുമ്പോഴെല്ലാം അതിനു ചുറ്റും ഒരു കാന്തിക ക്ഷേത്രം സ്ഥാപിക്കപ്പെടുന്നു. ഈ കാന്തിക ക്ഷേത്ര ദിശ കറണ്ടിനെ എതിർക്കും. അതിനാൽ കറണ്ട് വോൾട്ടേജിനെ പിന്നിലാക്കുന്നു. ലീഡിംഗ് പവർ ഫാക്ടർ എപ്പോൾ സംഭവിക്കും? കപ്പാസിറ്ററുകളിൽ ലീഡിംഗ് പവർ ഫാക്ടർ സംഭവിക്കുന്നു. ഒരു പവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് നൽകിയിട്ടുള്ള വോൾട്ടേജിനെ 90 ഇലക്ട്രിക്കൽ ഡിഗ്രിയിൽ ലീഡ് ചെയ്യുന്നു. ആദ്യം ചുവടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലെ ആവശ്യമായ ഉപകരണങ്ങൾ, മെറ്റീരിയലുകൾ എന്നിവ ശേഖരിക്കുക. സിംഗിൾ ഫേസ് എനർജി മീറ്റർ, ഡിസ്ക് തരം. മൂവിംഗ് അയൺ വോൾട്ട് മീറ്റർ 0 മുതൽ 300 വോൾട്ട്. മൂവിംഗ് അയൺ അമ്മീറ്റർ 0 മുതൽ 5 ആംപിയറുകൾ. 300 വോൾട്ടിൽ വാട്ട് മീറ്റർ 5 ആംപ്സ്. സിംഗിൾ ഫേസ് പവർ ഫാക്ടർ മീറ്റർ 250 വോൾട്ട് 0.5 ലാഗ് മുതൽ 0.5 ലീഡ് വരെ. 250 വോൾട്ടിൽ ഒരു KWന്റെ വേരിയബിൾ ലാമ്പ് ഡയോഡ്. ട്യൂബ് ലൈറ്റ് ചോക്ക് കോയിൽ 40 വാട്ട്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ 250 വോൾട്ടിൽ 2.5 മൈക്രോഫാരഡുകൾ. 9 വാച്ച് നിർത്തുക. 10 ഇൻസുലേറ്റഡ് ചെമ്പ് വയർ 1 ചതുരശ്ര മില്ലിമീറ്റർ. 2 പോൾ MCB 6 ആംപ്സ്. സിംഗിൾ ഫേസ് സർക്യൂട്ടിലെ ലാഗിംഗ് പവർ ഫാക്ടറുകളുടെ അളവ്. 40 വാട്ട് ട്യൂബ് ലൈറ്റ് എടുത്ത് L1 ചോക്ക് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു അമ്മീറ്റർ, വാട്ട് മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ എന്നിവ ചോക്ക് കോയിലിലേക്ക് ബന്ധിപ്പിക്കുക. സർക്യൂട്ടിന് സമാന്തരമായി വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. ഒരു 2 പോൾ MCB വഴി AC പവർ സപ്ലൈ ഉപയോഗിച്ച് സർക്യൂട്ട് ബന്ധിപ്പിക്കുക. MCB സ്വിച്ച് ഓൺ ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു അമ്മീറ്റർ, വാട്ട് മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ എന്നിവ ചോക്ക് കോയിലിലേക്ക് ബന്ധിപ്പിക്കുക. ഇപ്പോൾ അതേ സർക്യൂട്ടിൽ ചോക്ക് കോയിൽ L1ന് സമാന്തരമായി മറ്റൊരു 40 വോൾട്ട് ചോക്ക് കോയിൽ L2 ബന്ധിപ്പിക്കുക. ടാബുലേഷനിലെ അമ്മീറ്റർ, വോൾട്ടേജ്, വാട്ട് മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ റീഡിംഗുകൾ എന്നിവ രേഖപ്പെടുത്തുക. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. X ആക്സിസിലെ വോൾട്ടേജും Y ആക്സിസിലെ കറണ്ടും. L1ഉം L1ഉം L2യും ഒരുമിച്ച് ബന്ധിപ്പിച്ചപ്പോൾ എടുത്ത മൂല്യങ്ങളും. ഗ്രാഫിൽ നിന്ന് L1 റീഡിംഗുകൾക്കുള്ള വോൾട്ടേജിന്റെ കറണ്ട് ലാഗ് ചെയ്യുന്നതായും L1, L2 റീഡിംഗുകൾക്ക് കറണ്ട് കൂടുതൽ ലാഗ് ചെയ്യുന്നതായും നിങ്ങൾക്ക് നിരീക്ഷിക്കാനാകും. അതിനാൽ സിംഗിൾ ഫേസ് സർക്യൂട്ടുകളിൽ ലാഗിംഗ് പവർ ഫാക്ടർ അളക്കുന്നു. സിംഗിൾ ഫേസ് സർക്യൂട്ടിലെ ഊർജ്ജത്തിന്റെ അളവ്. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ 40 വാട്ട് ചോക്ക് കോയിൽ L1 ഉപയോഗിച്ച് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, എനർജി മീറ്ററുകൾ എന്നിവ ബന്ധിപ്പിക്കുക. എനർജി മീറ്റർ ഡിസ്ക് തരത്തിലുള്ളതായിരിക്കണം. കൂടാതെ സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഫേസ്, ന്യൂട്രൽ ടെർമിനലുകളുമായി ശരിയായി ബന്ധിപ്പിച്ചിരിക്കണം. എനർജി മീറ്ററിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഊർജ്ജ മീറ്റർ സ്ഥിരാങ്കം ശ്രദ്ധിക്കുക. 2 പോൾ MCB ഉപയോഗിച്ച് AC പവർ സപ്ലൈ ഉപയോഗിച്ച് സർക്യൂട്ട് ബന്ധിപ്പിക്കുക. MCB സ്വിച്ച് ഓൺ ചെയ്യുക. എനർജി മീറ്റർ ഡിസ്ക് കറങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 6 ടാബുലേഷനിലെ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ എന്നിവ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക. എനർജി ഡിസ്കിൽ ചുവന്ന നിറത്തിലുള്ള അടയാളം ഒരു റഫറൻസായി നിലനിർത്തിക്കൊണ്ട് സ്റ്റോപ്പ് വാച്ച് പ്രവർത്തനക്ഷമമാക്കുകയും ടാബുലേഷനിൽ 10 കറക്കങ്ങൾക്കുള്ള സമയക്രമം രേഖപ്പെടുത്തുകയും ചെയ്യുക. MCB സ്വിച്ച് ഓഫ് ചെയ്യുക. ഇപ്പോൾ മറ്റൊരു 40 വോൾട്ട് ചോക്ക് കോയിൽ L2, L1ന് സമാന്തരമായി ബന്ധിപ്പിക്കുക. പവർ സപ്ലൈ ഓണാക്കുക. ടാബുലേഷനിലെ മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുകയും സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് എനർജി മീറ്ററിൽ ഒരു കറക്കത്തിനുള്ള സമയം കണക്കാക്കുകയും ചെയ്യുക. L1നുള്ള ഊർജ്ജം കണക്കാക്കുക. എനർജി E ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. E ഈസ് ഈക്വൽ ടു P ഇൻറ്റു T. സ്റ്റെപ്പ് 12 ഊർജ്ജം കണക്കാക്കുക. എനർജി E ഈസ് ഈക്വൽ ടു പവർ ടൈം. E ഈസ് ഈക്വൽ ടു P ഇൻറ്റു T.
പവർ പിയിലെ വാട്ട് മീറ്റർ റീഡിംഗും ടിയിൽ സ്റ്റോപ്പ് വാച്ചിൽ അളക്കാവുന്ന സമയവും മാറ്റിസ്ഥാപിക്കുക. വാട്ട് മീറ്റർ റീഡിംഗ് 50 വാട്ട് ആണെങ്കിൽ 10 കറക്കങ്ങൾക്ക് 2 മിനിറ്റാണ് അളന്ന സമയം. ഫോർമുലയിലെ മൂല്യങ്ങൾ മാറ്റിസ്ഥാപിക്കുക. E ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 60. E ഈസ് ഈക്വൽ ടു 1.66 വാട്ട് അവർ. ഇപ്പോൾ ഊർജ്ജ മീറ്ററിന്റെ സ്ഥിരാങ്കം ഉപയോഗിച്ച് ഉപഭോഗം ചെയ്യുന്ന ഊർജ്ജം കണക്കാക്കുക. അളന്നതും കണക്കാക്കിയതുമായ മൂല്യങ്ങൾ ഒന്നുതന്നെയാണെന്ന് ഉറപ്പാക്കാൻ താരതമ്യം ചെയ്യുക. എനർജി മീറ്റർ സ്ഥിരാങ്കം 1 കിലോവാട്ട് മണിക്കൂറിൽ 750 കറക്കങ്ങളാണെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ 10 കറക്കങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഊർജ്ജം കണക്കാക്കുക. അത് 1.66 വാട്ട് മണിക്കൂറിന് തുല്യമായിരിക്കണം. സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന C1, C2 എന്നീ 2 കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഊർജ്ജം കണക്കാക്കുക. കണ്ടതിന് നന്ദി. നല്ല ദിവസം ആശംസിക്കുന്നു.